എനിക്കിപ്പോ രണ്ട് പേരുണ്ട്. അവർ വലിയ നിരാശയിലാണ്. കാരണം വോട്ട് ചെയ്യാൻ ഈ ബൂത്തിലേക്ക് എത്തുന്നു, പക്ഷേ അവരുടെ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയോടെ മടങ്ങിപ്പോകുന്ന രണ്ട് പേരാണ്. നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. താങ്കളുടെ പേര്? എന്റെ പേര് ഷെരീഫ്, ആലപ്പുഴ. എന്റെ റാഷിദ്, ആലപ്പുഴ. ഇവർ രണ്ടുപേരും പ്രവാസികളാണ്. ഇദ്ദേഹം കഴിഞ്ഞ 40 വർഷമായി അബുദാബിയിലായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്ന് 2019 അദ്ദേഹം വോട്ട് ചെയ്തതാണ്. പിന്നീട് എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. 2021 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, ഇക്കുറിയും പേരില്ല. ഇത് തിരിച്ച് ഇവിടെ വന്ന് ഇന്ന് രാവിലെ വന്ന് നിരാശയോടെ തിരിച്ചു വന്നു. ലിസ്റ്റിൽ പേരില്ലെന്ന് പറഞ്ഞു. വളരെ പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ 5 വർഷമായി കാത്തിരിക്കുമായിരുന്നു ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ വളരെ പ്രയാസമാണ്. എന്താ കാരണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഏജൻസിയുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ലിസ്റ്റിൽ പെട്ടിട്ടില്ല അവർ പറഞ്ഞു. താങ്കൾക്ക് സംഭവിച്ചത് എന്താണ്? ഞാനിപ്പം 7 മാസമായി ഇവിടെ വന്നിട്ട്. ഞാനിപ്പോ ഏകദേശം 2014 ലാസ്റ്റ് വോട്ട് ചെയ്തിരുന്നത്. അപ്പം ഞാനും വൈഫും പ്രതീക്ഷയുടെ ആയിരുന്നു കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പം വോട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്കും വൈഫിനും ഇവിടെ വോട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്കില്ല. ഞാൻ 3 മാസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർ പറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ഫെബ്രുവരി മാസം ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നേരം കിട്ടിയില്ല. അപ്പം വെറുതെ ഇന്നലെ വന്ന് ഇന്ന് മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലായി. അതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട്. കാരണം എന്താണ് ഇതൊരു രാഷ്ട്രീയ ഇതാണോ എന്താണെന്നില്ല നമുക്ക് തിരിയുന്നില്ല. അത് വല്ലാത്തൊരു നിരാശയായി മാറി. അതാണ് ഇത്തരത്തിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്ന് പറയുന്ന ഈ രണ്ട് പേരെ മാത്രമല്ല, നമ്മൾ ഇന്ന് രാവിലെ മറ്റ് ചിലരെ കൂടി കണ്ടു എന്നുള്ളതുകൊണ്ടാണ് ഇവരുടെ ഈ പ്രതികരണം ഇപ്പോൾ എടുത്തറിയിക്കുന്നത്. ഇത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം മരിച്ചവരുടെ പേരുകൾ പലപ്പോഴും ലിസ്റ്റിൽ കിടപ്പുണ്ട്, അതിന്റെ പേരിൽ കള്ളവോട്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള പരാതികൾ പലയിടത്തു നിന്നും വ്യാപകമായി ഉയരുമ്പോഴാണ് ഇവരുടെ കയ്യിലുള്ള വോട്ടേഴ്സ് ID കാർഡുമായി തെരഞ്ഞെടുപ്പ് ദിവസം ബൂത്തിലേക്ക് എത്തുന്നു, എന്നാൽ നിരാശയോടെ മടങ്ങിപ്പോകുന്നു, ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് തീർച്ചയായും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും അനുജ.